നമസ്കാരം. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായോ പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം? പക്ഷേ ശബരിമലയെ സംരക്ഷിക്കാൻ ഭക്തർ ആർക്കൊപ്പം? നാമജപ ഘോഷയാത്രയെ ഓർമ്മിക്കും വിധം അയ്യപ്പ ഭക്തർ പന്തളത്തേക്ക് ഒഴുകിയെത്തിയത് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഇന്നത്തെ എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ടോപ് 10-ൽ ആദ്യം പ്രധാന തലക്കെട്ടുകൾ. GST നിരക്ക് കുറവ് പ്രാബല്യത്തിൽ വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വില കുറഞ്ഞു. ചില്ലറ വിപണിയിൽ പ്രതിഫലിച്ചില്ലെന്ന് കച്ചവടക്കാർ. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറഞ്ഞെങ്കിലും ആശയക്കുഴപ്പം തുടരുന്നു. അരുണാചലിൽ കച്ചവടക്കാരുമായി സംവദിച്ചു പ്രധാനമന്ത്രി. സർക്കാരിന് ആശ്വാസം. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുടെ ഹർജി സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കില്ല. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം പരിഗണിക്കാമെന്ന് കോടതി. തുല്യത ഉറപ്പാക്കലും ഭേദഗതിയും റിപ്പോർട്ട് പരിശോധിച്ച ശേഷമെന്ന് കോടതി. നിറഞ്ഞ സദസ്സിൽ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം. പിണറായിയും സ്റ്റാലിനും നാസ്തിക ഡ്രാമാചാരികളെന്ന് കെ അണ്ണാമലൈ. ദൈവമില്ലെന്ന് പറഞ്ഞവർ ഗീത പറയുന്നു എന്നും കമ്മ്യൂണിസം മധുരം കലർന്ന വിഷഗുളികയെന്നും സംഗമം ഉദ്ഘാടനം ചെയ്ത് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ H-1B ഫീസ് പ്രാബല്യത്തിൽ. പുതിയ അപേക്ഷകൾക്ക് നൽകേണ്ടത് $1,00,000. ആശങ്കയറിയിച്ച് US ചേംബർ ഓഫ് കൊമേഴ്സ്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിൽ. സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി തുടരുന്നു. നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാരുടെ കത്ത്. വിതരണക്കാർക്കുള്ള കുടിശ്ശിക 152 കോടി രൂപ. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനം. അന്വേഷണം നീതിയുക്തമാണോ എന്ന് പരിശോധിക്കും. പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ രൂക്ഷ വിമർശനം. കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. നടപടി സർവകക്ഷി യോഗത്തിലെ ആവശ്യപ്രകാരം. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ഡ്യോർ പുരസ്കാര പ്രഖ്യാപനം ഇന്ന് പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30. സ്പെയിനിന്റെ യുവതാരം ലാമിൻ യമാലും ഈജിപ്ഷ്യൻ ഫുട്ബോളർ മുഹമ്മദ് സലയും ഫ്രഞ്ച് താരം ഉസ്മാനെ ഡെംബലയും സാധ്യതാ പട്ടികയിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതിക്കെതിരെ മേപ്പാടി പഞ്ചായത്തിന്റെ നോട്ടീസ്. പെർമിറ്റ് എടുത്തത് ചട്ടങ്ങൾക്കും ഉത്തരവുകൾക്കും വിരുദ്ധമെന്നും 7 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്റ്റോറി ഓഫ് ദി ഡേ. വിശക്കുന്നോ വന്നോളൂ, സമയം നോക്കേണ്ട. പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്ത് സാധനങ്ങൾ പലതിനും വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും പുതിയ നിരക്കിലേക്ക് മാറിയപ്പോൾ ചെറിയ കടകൾ പലതും പഴയ നിരക്കിലാണ് ആദ്യ ദിനത്തിൽ വിൽപ്പന നടത്തിയത്. മൊത്ത വ്യാപാരികളിൽ നിന്ന് ഇന്നും പഴയ വിലയിൽ തന്നെ സാധനങ്ങൾ വാങ്ങിയതിനാൽ ആദ്യ ദിനത്തിൽ വിലക്കുറവ് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ചെറുകിട കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. 5, 12, 18, 28 എന്നീ GST സ്ലാബുകൾ പഴങ്കഥയായി പുതിയ സ്ലാബിലേക്ക് മാറിയതോടെ സാധനങ്ങളുടെ GST ഇന്നു മുതൽ 5%, 18% മാത്രമായി. പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില 5% സ്ലാബിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള വലിയ കടകളിൽ മാത്രമാണ് പുതിയ നിരക്കിൽ വിൽപ്പന നടന്നത്. സോപ്പ്, നെയ്യ്, വെണ്ണ, പരിപ്പ്, കുടിവെള്ളം, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ടൂത്ത് ബ്രഷ് തുടങ്ങിയ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ വില കുറച്ചാണ് ഇന്നു മുതൽ വിൽപ്പന നടത്തിയത്. ബില്ലിംഗ് എല്ലാം ഓക്കെ ആയി. ഇന്നലെ തന്നെ സോഫ്റ്റ്വെയറുകാർ എല്ലാം ഗ്രൂപ്പിലേക്ക് 5%, 18%, 12%, 9% എല്ലാം 5% മാറ്റി തന്നിട്ടുണ്ട്. അതനുസരിച്ച് ആ നിരക്കിൽ തന്നെയാണ് ബില്ലടിക്കുന്നത്. സോപ്പ്, നെയ്യ് അതുപോലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും, പനീർ ഉൾപ്പെടെ എല്ലാം കുറച്ചിട്ടുണ്ട്. എല്ലാം GST കുറച്ചിട്ടുണ്ട്. അങ്ങനെ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അതേസമയം മറ്റു കടകളിൽ പലയിടത്തും
പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. മൊത്ത വ്യാപാരികൾ ഇന്നും പഴയ ബില്ലിൽ തന്നെയാണ് സാധനങ്ങൾ നൽകിയതെന്നാണ് ചെറുകിട കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പുറമെ പുതിയ ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് മാറാൻ സമയമെടുക്കുമെന്നും കച്ചവടക്കാർ പറയുന്നു. മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞെങ്കിലും അവ വലിയ കടകളിൽ മാത്രമേ പ്രതിഫലിച്ചിട്ടുള്ളൂ. മിൽമ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ചില്ലറ കച്ചവടക്കാർ ഇന്നും പഴയ വിലയിൽ തന്നെയാണ് സാധനങ്ങൾ നൽകിയത്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോട്ടലുകളിൽ സാധാരണ വില തന്നെ നൽകേണ്ടി വരും. പാക്കറ്റുകളിൽ വിൽക്കുന്ന പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കുമാണ് GST ഒഴിവാക്കിയത്. അത്തരം പാക്കറ്റുകൾ GST ബില്ല് അടിച്ചു വരുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമാണ് വില കുറച്ച് നൽകിയത്. ചെറുകിട കച്ചവടക്കാർ ഈ പാക്കറ്റുകൾ പഴയ വിലയിൽ തന്നെയാണ് ഇന്നും വിൽപ്പന നടത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതിയ GST നിരക്കുകൾ പൂർണ്ണമായി നടപ്പാക്കും വരെ ജനങ്ങൾ സഹകരിക്കണമെന്ന് കച്ചവടക്കാർ. സംസ്ഥാനത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരാഴ്ച കൊണ്ട് പുതിയ രീതിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പല കമ്പനികളും പഴയ വിലയിൽ തന്നെ ഇപ്പോഴും ബില്ലുകൾ തരുന്നതായും കടയുടമകൾ ആരോപിച്ചു. പുതിയ GST നിരക്ക് വന്നതോടെ ജനങ്ങൾ വലിയ ആശ്വാസത്തിലാണ്. അവശ്യവസ്തുക്കൾക്ക് പലതിനും വില കുറയുന്നു എന്നതാണ് കാരണം. സോപ്പ്, ഷാംപൂ, മരുന്നുകൾ, സ്റ്റേഷനറി സാധനങ്ങൾ, പാലുൽപ്പന്നങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്നു നിര. ശരിയായ രീതിയിൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുത്തണം, അതിൽ തട്ടിപ്പ് പാടില്ല എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നല്ല തീരുമാനം. കാരണം GST കുറച്ച് കിട്ടുന്നത് നല്ല തീരുമാനം. പിന്നെ സിഗരറ്റിനല്ലേ കുറയ്ക്കാത്തുള്ളൂ, അത് കുറയ്ക്കണം നിർബന്ധമില്ല. പിന്നെ കൊക്കക്കോളയ്ക്ക് വേണ്ടി കൂട്ടി കുറച്ചവിടെ സിഗരറ്റിനും GST അവർക്ക് കിട്ടുന്നതിനനുസരിച്ച് ചെറിയ കടക്കാരൊക്കെ കിട്ടുന്നുണ്ട്. വൻകിടക്കാരൊന്നും ആയി തുടങ്ങിയിട്ടില്ല. എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പുതിയ നിരക്കുകളെ സ്വാഗതം ചെയ്യുകയാണ് കച്ചവടക്കാരും. എന്നാൽ പല വിധത്തിലുള്ള നൂറുകണക്കിന് സാധനങ്ങൾ ഒരുമിച്ച് വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകാരെ സംബന്ധിച്ച് പുതിയ നിരക്കുകളിലേക്ക് മാറാൻ അല്പം സാവകാശം വേണം. ഇൻഡിവിജ്വൽ ഐറ്റംസിന് ഒരു 40,000 ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റുക, ഇതിൻ്റെ കോഡ് മാറ്റണം, ടാക്സ് മാറ്റണം എന്ന് പറഞ്ഞ വലിയൊരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം ഒരു 200 രൂപയുടെ സാധനത്തിൽ ഒരു 22 രൂപ വരെയൊക്കെ ഈ 5%, 18%ൽ നിന്ന് 5%ലേക്ക് പോകുമ്പോൾ ഗുണം കിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ്. എന്തെങ്കിലും തെറ്റുകളോ എവിടെയോ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് കണ്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവർ ഞങ്ങളെ പറ്റിച്ചു എന്നുള്ളൊരു വാക്കൊന്നും നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നെങ്കിലും ചില കമ്പനികൾ പഴയ നിരക്കിൽ തന്നെ ബില്ലടിക്കുന്നുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നു. തട്ടിപ്പുകളെ ചെറുക്കാൻ കച്ചവടക്കാർ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും അഭിമാനമുണ്ടാകണമെന്നും അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വഴിതെളിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. GSTയെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി സംസ്ഥാനത്തെ വ്യാപാരികളുമായും വ്യവസായികളുമായും കൂടിക്കാഴ്ച നടത്തി. ഗവ് സേ കഹോ ഹേ സ്വദേശി ഹേ എന്നെഴുതിയ പ്ലക്കാർഡുകൾ അദ്ദേഹം വ്യാപാരികൾക്ക് കൈമാറി. സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാതെ സുപ്രീം കോടതി. കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ ആലോചിക്കാമെന്ന് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. തുല്യത ഉറപ്പാക്കുന്നതും ഭേദഗതി വരുത്തുന്നതും റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും കോടതി പറഞ്ഞു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമന കാര്യത്തിലാണ് മുൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയയെ അധ്യക്ഷനാക്കി സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകിയത്. ഇതിനിടെയാണ് VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് അടിയന്തര ഇടപെടൽ വേണ്ട എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയത്. ധൂലിയയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയാകാം എന്നുള്ളതാണ് സുപ്രീം കോടതി നിലപാട്. ആരാണ് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന്റെ അധികാരി എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിയാലോചിച്ചാണോ തീരുമാനമെടുക്കേണ്ടതെന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി പറഞ്ഞു. അതേസമയം ഈ ഘട്ടത്തിൽ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും സെർച്ച് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ഇരു കൂട്ടർക്കും തുല്യത ഉറപ്പാക്കുമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിൽ ഭേദഗതി വരുത്താമെന്നും കോടതി പറയുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 18-നാണ് VC നിയമന തർക്കത്തിൽ മുൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകിയത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ 2 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കാനാണ് സെർച്ച് കമ്മിറ്റിക്ക് നിർദ്ദേശം. കൂടാതെ നടപടികളുടെ പുരോഗതി കോടതിയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
നാസ്തിക ഡ്രാമാചാരികളാണ് പിണറായിയും സ്റ്റാലിനുമെന്ന് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ. പന്തളത്ത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അണ്ണാമലൈ. ജനസഹസ്രങ്ങളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ശരണമന്ത്രമുഖരിതമായിരുന്നു പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം. രാവിലെ മുതൽ തന്നെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു. വൈകിട്ട് 3-ന് ആരംഭിച്ച പൊതുസമ്മേളനം തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് അണ്ണാമലൈ ഉന്നയിച്ചത്. திரு ஸ்டாலின் அவர்களையும் திரு பினராயி விஜயன் அவர்களையும் நான் அவர்களை எப்படி அழைப்பேன் என்று சொன்னால் நாஸ்திக் டிராமாச்சாரி என்று தான் அழைப்பேன். அதாவது நாத்திகத்தை விரும்பக்கூடிய டிராமா நடத்த வேண்டும் என்று நினைக்கக்கூடிய 2 நபர்கள் இணைந்து நாஸ்திக் டிராமாச்சாரியாக இந்த நிகழ்வை நடத்தி முடித்திருக்கின்றார். அதில் திரு MK ஸ்டாலின் அவர்களை இந்த நிகழ்வுக்கு முக்கிய விருந்தினராக கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்கே வாங்கன்னு கூப்பிடும் பொழுதே நமக்கு தெரியும் இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது. மக்களை ஏமாற்றி அரசியல்ல ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு இங்க போடுறாங்க என்பது தெள்ள தெளிவாக நமக்கு தெரியும். ദൈവത്തെ രാഷ്ട്രീയത്തിലെത്തിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പമ്പയും പന്തളവും ടൂറിസ്റ്റ് സ്ഥലമല്ല എന്നും അയ്യപ്പൻ വസിക്കുന്ന ഇടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം നാരായണവർമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തേജസ്വി സൂര്യ MP, ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സംപൂജ്യ ശാന്താനന്ദ മഹർഷി, വത്സൻ തില്ലങ്കേരി, SJR കുമാർ, J നന്ദകുമാർ, വിജി തമ്പി, ശ്രീലങ്കൻ മുൻ മന്ത്രി ഡോക്ടർ ഋഷി സെന്തിൽ രാജ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച ഉദ്ഘാടന സഭയിലും തുടർന്ന് നടന്ന സെമിനാറുകളിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ശബരിമല കർമ്മസമിതി പ്രസിഡന്റ് KP ശശികല ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സഭ വാഴൂർ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ഭദ്രദീപം തെളിയിച്ചു. തന്ത്രി മുഖ്യൻ അഖീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, മറ്റ് സന്യാസി ശ്രേഷ്ഠരും ആധ്യാത്മിക നേതാക്കളും ഹൈന്ദവ സംഘടനാ നേതാക്കളും അയ്യപ്പ ഭക്തരും ചടങ്ങുകളിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിലെ പങ്കാളിത്തത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ പരോക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒഴിഞ്ഞ കസേരകൾ കാണാത്തത് ചിലർക്ക് വിഷമമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നോർക്ക ആരോഗ്യ ഇൻഷുറൻസ് ഉദ്ഘാടനത്തിനിടെയായിരുന്നു പ്രതികരണം. സദസ്സിലെ നിറഞ്ഞ കസേരകൾ നോർക്ക കെയറിന്റെ വിജയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആശങ്കയായി US ഏർപ്പെടുത്തിയ പുതിയ H1B ഫീസ് പ്രാബല്യത്തിൽ വന്നു. പുതിയ അപേക്ഷകൾക്ക് $1,00,000, അതായത് ഇന്ത്യൻ രൂപയിൽ 88 ലക്ഷം രൂപയാണ് ഫീസായി ചുമത്തിയിരിക്കുന്നത്. ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സും രംഗത്തെത്തി. നിലവിലെ H1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുമെന്നും ചേംബർ അറിയിച്ചു. ഒറ്റത്തവണ ഫീസാണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വിശദീകരണ കുറിപ്പ് ഇറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ്. പുതിയ നീക്കം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൌസ് അവകാശവാദത്തിനെതിരെയും വിമർശനം ശക്തമാണ്. തദ്ദേശീയരായ പൗരന്മാർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് ഭരണകൂടം നിരവധി നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ H1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അതേസമയം അമേരിക്കൻ നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ഇന്ത്യ തുടർ നടപടികൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാവുകയെങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധനവ് ബാധിക്കുമെന്നുറപ്പാണ്. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വീസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. നിലവിലെ കണക്ക് പ്രകാരം അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ 3 ലക്ഷത്തോളം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അധിക തീരുവ, H1B വിസ നിരക്ക് തുടങ്ങിയ പ്രതിസന്ധികൾക്കിടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ഇന്ത്യ-അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പമുണ്ട്. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്ക സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധിക തീരുവ ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യ-അമേരിക്ക മന്ത്രിതല ചർച്ച നടക്കുന്നത്. അതേസമയം പുതിയ വിസ നയത്തിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അമേരിക്കയെ അറിയിക്കും.
സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയതിലെ കുടിശ്ശിക തീർക്കാത്തതിനാൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് കാണിച്ച് വിതരണക്കാർ കത്ത് നൽകി. 152 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാത്ത പക്ഷം അടുത്ത മാസം 5-ന് ആശുപത്രിയിൽ നിന്നും ഉപകരണങ്ങൾ തിരികെ എടുക്കുമെന്നാണ് മെഡിക്കൽ കോളേജിനടക്കം കത്ത് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം കാർഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഉപകരണം വിതരണം ചെയ്ത കമ്പനികളുടെ കുടിശ്ശിക തീർക്കാത്തതാണ് ഉപകരണ ക്ഷാമത്തിലേക്ക് നയിച്ചത്. 21 സർക്കാർ ആശുപത്രികളിലായി 2025 മാർച്ച് 31 വരെ 152 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഇത് 29 കോടി രൂപയാണ്. കുടിശ്ശിക പൂർണ്ണമായും തീർക്കാത്ത പക്ഷം ഒക്ടോബർ 5-ന് ആശുപത്രികളിൽ നിന്നും ശേഷിക്കുന്ന ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകുമെന്നാണ് വിതരണക്കാർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ശ്രമം തുടരുന്നതിനിടയിലാണ് വിതരണ കമ്പനിക്കാർ കത്തു നൽകിയത്. ഉപകരണക്ഷാമം പരിഹരിക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപയും സംസ്ഥാന ധനകാര്യ വകുപ്പ് 50 കോടി രൂപയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആശുപത്രികളിലേക്ക് HILL-ൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ച് ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമം നടന്നുവരവെയാണ് ഉപകരണ വിതരണക്കാർ നൽകിയ കത്ത് ആരോഗ്യവകുപ്പിന് തിരിച്ചടിയാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനം. അന്വേഷണം നീതിയുക്തവും വേഗത്തിലുമാണോ എന്നാണ് കോടതി പരിശോധിക്കുക. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെയാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തിലെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി സുപ്രധാന നിലപാട് സ്വീകരിച്ചത്. അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം സുപ്രീം കോടതി പരിശോധിക്കും. അന്വേഷണം നീതിയുക്തവും വേഗത്തിലുമാണോ നടക്കുന്നത് എന്നാണ് കോടതി പരിശോധിക്കുന്നത്. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രം ചോരുന്നതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾക്ക് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ഇന്ധനമായെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അക്കാര്യങ്ങൾ മാത്രം എങ്ങനെ ചോർന്നുവെന്നും കോടതി ചോദിച്ചു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് കോടതി വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, N. കൊടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. അന്തിമ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് കോടതി പറഞ്ഞു. 2025 ജൂൺ 12-നുണ്ടായ അപകടത്തിൽ 260 പേരാണ് കൊല്ലപ്പെട്ടത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് കാരണം പൈലറ്റുമാരുടെ പിഴവാണെന്ന തരത്തിലുള്ള വാർത്തകൾക്കെതിരെ അവരുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നീട്ടിവെക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവകക്ഷി യോഗത്തിൽ പ്രധാന പാർട്ടികൾ ആവശ്യമുന്നയിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. കേരളത്തിലെ വോട്ടർ പട്ടികകളിൽ തീവ്ര പുനഃപരിശോധന നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് സെപ്റ്റംബർ 30-നകം SIR-നുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് SIR ശക്തമായത്. ലോകത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻറ്റ്യൂർ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30-നാണ് പ്രഖ്യാപനം. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ടീമിന്റെ സ്ട്രൈക്കർ ഉസ്മാനെ ഡെംബലെയാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. സീസണിൽ ടീമിനായി 35 ഗോളാണ് ഫ്രഞ്ച് താരം നേടിയത്. ബാഴ്സലോണയുടെ ടീനേജ് താരം ലാമിൻ യമാലയാണ് സാധ്യതയുള്ള മറ്റൊരു താരം. മുണ്ടക്കൈ ചൂരൽമല ബാധിതർക്കായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഭവന പദ്ധതിക്കെതിരെ മേപ്പാടി പഞ്ചായത്ത് വീണ്ടും നോട്ടീസ് അയച്ചു. അനുമതിയില്ലാതെ നിർമ്മാണം ആരംഭിച്ചതിൽ വിശദീകരണം ചോദിച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. അതേസമയം ഏത് തടസ്സമുണ്ടായാലും പ്രഖ്യാപിച്ച പദ്ധതിയുമായി ലീഗ് മുന്നോട്ട് പോകുമെന്ന് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. ഭവന നിർമ്മാണത്തിനായി വില കൊടുത്തു വാങ്ങിയ തൃക്കേപ്പറ്റയിലെ ഭൂമിയിൽ ചട്ടവിരുദ്ധ നടപടി കണ്ടെത്തിയെന്ന് കാണിച്ചാണ് നോട്ടീസ്. നിർമ്മാണം ആരംഭിക്കാനായി മതിയായ പെർമിറ്റുകൾ എടുത്തില്ലെന്നും നോട്ടീസിൽ പറയുന്നു. 7 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ലഭിച്ച നോട്ടീസിന് മറുപടി നൽകിയെന്നും ആരെതിർത്താലും ഭവന പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ആര് തടസ്സപ്പെടുത്തിയാലും
അത് നിലനിൽക്കുകയില്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ വീട് എടുത്തു കൊടുക്കുന്നത്. 8,000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. തൃക്കേപ്പറ്റ വില്ലേജിൽ 11 ഏക്കർ ഭൂമിയാണ് ലീഗ് വില കൊടുത്തു വാങ്ങിയത്. ഇത് തോട്ടഭൂമിയിൽ ഉൾപ്പെട്ടുവെന്ന് വ്യക്തമാക്കി ലാൻഡ് ബോർഡ് ഉടമകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി മതിയായ പെർമിറ്റ് എടുത്തില്ലെന്നാണ് മേപ്പാടി പഞ്ചായത്തിന്റെ വിശദീകരണം. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. അമൃത ന്യൂസ്, വയനാട്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങി അമൃതപുരി. ആഘോഷങ്ങൾക്കായി അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് വിശാലമായ വേദിയും പന്തലും ഒരുങ്ങുന്നത്. ഈ മാസം 27-നാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി ഏറെ വിശാലമായ ഒരു വേദിയാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുങ്ങുന്നത്. ഇതിന്റെ നിർമ്മാണ ജോലികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. 100,000 പേർക്കിരിക്കാവുന്ന തരത്തിൽ അതിവിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. പ്രധാന വേദിയിലെ പന്തലിനു പുറമെ ഇരുവശങ്ങളിലുമായി അമൃതാനന്ദമയി മഠത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന പ്രദർശന സ്റ്റാളുകളുമുണ്ട്. 140 അടി നീളത്തിലും 35 അടി വീതിയിലുമാണ് പ്രധാന വേദി. ജന്മദിനാഘോഷ ദിവസം അമ്മ പങ്കെടുക്കുന്ന പ്രധാന പരിപാടികളൊക്കെയും അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഈ പ്രധാന വേദിയിലാണ് നടക്കുക. അമ്മയുടെ ദർശനത്തിനായി എത്തുന്നവർക്ക് വേദിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇരുവശങ്ങളിലുമായി പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. സ്റ്റേജ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരമാവധി ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും വളരെ സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതിനുള്ള. സാധാരണ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു 100 പേരോ 50 പേരോ ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്കൊരു 10-200 പേര് കയറി കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റി കാര്യങ്ങളും സേഫ്റ്റിയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വർഷത്തെ പ്രോഗ്രാം നമ്മളൊരു കാർബൺ ക്രെഡിറ്റ് എടുക്കാനുള്ള അതിനനുസരിച്ചുള്ള റീയൂസബിൾ സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. വിവിധ ഗോത്രവിഭാഗങ്ങളുടെ വിശ്വശാന്തി പ്രാർത്ഥനകളും തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവ നടക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന, സംഗീതാർച്ചന എന്നിവയുൾപ്പെടെയുള്ള കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. അമൃതകീർത്തി പുരസ്കാര വിതരണം, നിർധനരായ യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം എന്നിവയും ഈ വേദിയെ ധന്യമാക്കും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ച പ്രധാന വേദിയുടേതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഓരോ മേഖലയിലെയും വിദഗ്ധർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അമൃതപുരിയിൽ നിന്നും പ്രദീപ് ബാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസി വര്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ ജന്മദിനാഘോഷമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. അമ്മയുടെ 72ാം തിരുനാൾ സെപ്റ്റംബർ 27-ാം തീയതി ആഘോഷിക്കുകയാണ്. അമ്മ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച 1979 സെപ്റ്റംബർ മാസത്തിൽ. അമ്മ പറഞ്ഞു, ഇത് ഒരു കടലോര ഗ്രാമമാണ്, ഇവിടെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ ആ പിറന്നാളിന് വലിയ പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രം, അത് ഞങ്ങൾ അമ്മയിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെറിയ തോതിൽ ഒരു പായസമൊക്കെ വെച്ചു. അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന വീടും ചെറിയൊരു ക്ഷേത്രവും ഒരു ചരിപ്പും മാത്രം ഉള്ള ഒരു കാലം. ധാരാളം കുട്ടികൾ അമ്മയോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും. അതെല്ലാം അയൽവാസികളായിട്ടുള്ള കുട്ടികളാണ്, ഈ കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളാണ് അമ്മയുടെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ. അവരുമായിട്ട് അമ്മ ചിരിച്ചും കളിച്ചും അങ്ങനെ അങ്ങ് പോയി. അതാണ് 1979 ആദ്യമായി ആഘോഷിച്ച ജന്മദിനം അമ്മയുടെ. അന്നും ഇന്നും
അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാവരും എല്ലാ മക്കളും കൂടെ ഒന്നിച്ച് വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. ഞങ്ങളൊക്കെ അമ്മയുടെ ജന്മദിനം തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുവെങ്കിൽ പോലും അമ്മയുടെ സന്തോഷം മക്കളെ ഒന്നിച്ച് കാണുന്നു എന്ന് മാത്രമല്ല, ആ ദിവസം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ഇത് അമ്മയുടെ ദൈനംദിന ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും, അതൊക്കെ സന്തോഷം. അപ്പോൾ ഏതായാലും ഈ 72ാം തിരുനാൾ ദിവസം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓ നമ്മൾ ഈശ്വരീയ നമഃ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതത്തിൽ കരുതലും കൈത്താങ്ങുമാകുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ആശ്വാസകരമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരെത്തിച്ച് 10,000ങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ള മഠം അമ്മയുടെ പിറന്നാൾ ആഘോഷം സഹായങ്ങളുടെ ഒരു കടലാക്കുകയാണെന്നും പിറന്നാൾ ആശംസകൾ നേർന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ മാസം 27-ന് അമൃതപുരിയിൽ ചേരുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുമായെല്ലാം ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നത് എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഈ 72ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ജീവകാരുണ്യ പദ്ധതികൾക്ക്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നവർക്ക് ഞങ്ങളുടെ ഒരു സഹായഹസ്തമുണ്ട്, ഞങ്ങളുടെ കരുതലും കൈത്താങ്ങുമുണ്ട് എന്ന് ഒരു മഠം പറയുമ്പോൾ അത് ഏറ്റവും വലിയ ആശ്വാസകരമായി തന്നെ മാറുകയാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരെത്തിച്ചു കൊടുത്തിട്ടുള്ള 10,000കണക്കായ മനുഷ്യർക്ക് ഭവന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള മഠത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ വീണ്ടും അനേകായിരങ്ങളിലേക്ക് ആ സഹായം എത്തിച്ചേരുക തന്നെയാണ്. ജന്മദിനാഘോഷം എന്നാൽ സഹായത്തിൻ്റെ ഒരു കടലിനെ തന്നെ കാട്ടിക്കൊടുക്കലാണ്, കടലിനെ തന്നെ എടുത്ത് സ്ഥാപിക്കലാണ്, അല്ലെങ്കിൽ കടലിനെ ഒരു ജനമുമ്പാകെ അവതരിപ്പിക്കലാണ് എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇത്തരം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും നടത്താൻ മഠത്തിന് കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളവരാണ് സഹായം അനിവാര്യമായി ഉള്ളവർ. ആ സഹായം അനിവാര്യമായി ഉള്ളവർക്ക് അവരിലേക്ക് സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനക്ഷേമകരമായ പ്രവർത്തനം തന്നെയാണ്. ആ വാക്കുകൾ കൊണ്ട് മാത്രം അതിനെ അടയാളപ്പെടുത്താൻ കഴിയുകയില്ല എന്നെനിക്കറിയാം. ബുദ്ധിമുട്ടുകളുടെ ആഴങ്ങളിൽ ഉള്ളവർക്ക് സഹായം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ്. അനേക ലക്ഷങ്ങൾക്ക് ഈ സന്തോഷത്തിൻ്റെ ഇടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അമ്മയുടെ അല്ലെങ്കിൽ മഠത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ കൂടി ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും നേരുന്നു. ഈ മഹാസംഗമത്തിന്, ഈ മഹാസംരംഭത്തിന് എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു.
മനുഷ്യസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വറ്റാത്ത ഉറവിടമായി അമ്മ കഴിഞ്ഞ 72 വർഷമായി ലോക ജനതയ്ക്കൊപ്പമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആത്മീയതയിൽ ഊന്നി നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം അശരണരും പാവപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാരുണ്യം ചൊരിയുന്ന അമ്മയായി നമ്മളോടൊപ്പം നിലനിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ 72ാമത് പിറന്നാളെ 27-ാം തീയതി കടന്നു വരികയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത നിരോധനമായിട്ട് നമ്മളോടൊപ്പം അമ്മ കഴിഞ്ഞ 72 വർഷക്കാലമായിട്ടുണ്ട്. നമ്മുടെ കേരളീയ സമൂഹത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അമ്മയുടെ കാരുണ്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റവും ശ്രദ്ധേയമാണ്. ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നൽകി നമ്മളെ നേരായ ദിശയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുമ്പോഴും അശരണരും പാവപ്പെട്ടവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയം എത്തിക്കുന്നതിനുള്ള കാരുണ്യവതിയായിട്ടുള്ള അമ്മയായി ഇപ്പോഴും നമ്മളിവിടെ അമ്മ നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ പുണ്യമായ സന്ദർഭത്തിൽ അമ്മയുടെ ജന്മദിന വേളയിൽ എല്ലാവിധ ആശംസകളും നേരാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാനന്നവിടെ ജന്മദിന പരിപാടികളിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ലോകവ്യാപകമായിട്ടുണ്ടായിട്ടുള്ള അമ്മയുടെ വിശ്വാസ ലോകത്തിനാകമാനം സന്തോഷം പകരുന്ന ദിവസമായിരിക്കും സെപ്റ്റംബർ 27. ആ ദിവസത്തിലും ആ സന്തോഷത്തിലും ഞാനും കൂടെ പങ്കുചേരുകയാണ്. അമ്മ ഇനിയും ഒരുപാട് നാൾ നമ്മളോടൊപ്പം തന്നെ നിന്ന് ഈ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നാടിന് ആത്മീയവും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും നൽകുന്ന വൻപിച്ച ഇനീഷ്യേറ്റീവ് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദുരിതവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള അമ്മയുടെ സാന്ത്വനത്തിൽ കർമ്മമണ്ഡലത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞ ആളാണ് താനെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അമ്മയ്ക്ക് കൂടുതൽ കർമ്മം ചെയ്യുന്നതിനുള്ള കർമ്മബലം നൽകട്ടെ എന്ന് പിറന്നാൾ ദിനത്തിൽ പ്രാർത്ഥിക്കുന്നതായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അമൃതാനന്ദമയി അമ്മയുടെ 72ാമത് ജന്മനാൾ ആചരിക്കാൻ പോവുകയാണ്. ആചരണത്തിനെല്ലാം ഉപരി ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള ആഘോഷം. ഈ ആഘോഷത്തിൽ എന്നും പങ്കുചേരുന്നവനാണ് ഞാൻ, മിക്കതിലും പങ്കുചേരുന്നവനാണ് ഞാൻ. അമ്മയുടെ എല്ലാ കർമ്മ പദത്തിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയായിട്ടും അമ്മയുടെ പ്രവർത്തന മണ്ഡലത്തിൽ അടുത്ത് പരിചയപ്പെട്ട് പോകാൻ ഒരു ഭാഗ്യം ലഭിച്ചൊരു ഭക്തനാണ് ഞാൻ. അമ്മയ്ക്ക് നല്ല ആയുർബലവും കൂടുതൽ കർമ്മവും ചെയ്യുവാനുള്ള സകല സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ അമ്മയ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന. എറണാകുളം റൂറൽ സൈബർ സംഘമാണ് പരിശോധന നടത്തിയത്. മൊബൈൽ ഫോണുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഗോപാലകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ല, ഒളിവിലാണെന്നാണ് നിഗമനം. ഗോപാലകൃഷ്ണൻ പങ്കുവച്ച FB പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഇതാണ് KJ ഷൈനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് വഴിവെച്ചത്. നാടിന്റെ വികസന പ്രക്രിയയിൽ പ്രതിപക്ഷ കക്ഷികളും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിൽ പ്രത്യേക അജണ്ടയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളും വികസന മുന്നേറ്റങ്ങളും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും നാടിന്റെ ഇനിയുള്ള വികസനത്തിന് തീരുമാനം എടുക്കുന്നതിനുമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വികസന സദസ്സുകൾ നടത്തുന്നത്. വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളും തർക്കങ്ങളും ഉണ്ടെങ്കിലും നാടിന്റെ വികസനത്തിൽ ഒന്നായ ശ്രമമുണ്ടാകണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പിന്തുണയിൽ സർക്കാർ ഒരു തരത്തിലുള്ള ഭേദചിന്തയും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയമായി അഭിപ്രായമുള്ളവർക്ക് രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഭാഗമായി അഭിപ്രായം പറയാനും തർക്കിക്കാനുമൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. പക്ഷേ ആ അഭിപ്രായങ്ങളും തർക്കങ്ങളുമെല്ലാം നാടിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ പാടില്ലല്ലോ. ഞങ്ങൾക്ക്
അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ കേരളത്തിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. ദേശീയപാതയുടെയും സംസ്ഥാന ജലപാതയിൽ കോവളം മുതൽ ചേറ്റുവ വരെയുള്ള ഭാഗത്തിന്റെയും പൂർത്തീകരണം ഡിസംബറോടെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി, MLA-മാരായ ആന്റണി രാജു, VK പ്രശാന്ത്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും നമ്മുടെ ആളുകളെ സഹായിച്ചു എന്നും കുറിപ്പിൽ പറയുന്നു. അതേസമയം അനിലിന്റെ ആത്മഹത്യ പോലീസ് ഭീഷണി മൂലമെന്ന ആരോപണം ഉന്നയിച്ച് BJP മാർച്ച് നടത്തി. BJPയുടെ മാർച്ച് അപഹാസ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു. തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. താനോ ഭരണസമിതിയോ ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ആത്മഹത്യ പോലീസ് ഭീഷണിയെ തുടർന്നാണെന്ന ആരോപണം ഉന്നയിച്ച് BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന നമ്മുടെ ആൾക്കാർ എന്നത് BJPക്കാർ തന്നെ ആകണമെന്നില്ലല്ലോ എന്ന് V മുരളീധരൻ പറഞ്ഞു. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ടോ? അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്നത് ഗൗരവമുള്ള വാർത്തകളാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഗവൺമെന്റിനെയും CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് BJP നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമെന്ന് മന്ത്രി പറഞ്ഞു. വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. എന്നാൽ അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് തമ്പാനൂർ പോലീസിന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചു. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന പുഷ്പരഥോത്സവം നടക്കും. വാഗ്ദേവതാ സന്നിധിയായ കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്തംഭഗണപതി പൂജയോടെ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചു. രാവിലെ 9 മണിയോടെ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ. യോഗനിദ്രാഭാവത്തിലാണ് കൊല്ലൂരിൽ ആദ്യ ദിനത്തിലെ ദേവി സങ്കല്പം. ഇനിയുള്ള 9 ദിവസങ്ങളിലായി പതിനായിരങ്ങളായ മലയാളികളടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരിക്കും കൊല്ലൂർ മൂകാംബികയിലേക്ക്. മേളങ്ങളോടെ ദേവി വിഗ്രഹം പുറത്തെഴുന്നള്ളി ശീവേലിയും നടന്നു. ക്ഷേത്രം മുഖ്യ അർച്ചകൻ നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നു വരുന്നത്. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 രാവിലെ 11:30 മണിക്ക് ചണ്ഡികായാഗവും തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. ഒക്ടോബർ 2 വിദ്യാരംഭം, വിജയോത്സവ ചടങ്ങുകളോടെയാണ് സമാപനം. അമൃത ന്യൂസ്, കാസർഗോഡ്. നവരാത്രി സർഗോത്സവ സമിതി സംഘടിപ്പിക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് കോഴിക്കോട് കേസരി ഭവനിൽ തുടക്കമായി. സർഗോത്സവം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷത എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു എന്നതാണെന്ന് സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ മുഖ്യാതിഥിയായിരുന്നു. പ്രശസ്ത നടി വിധുബാല അധ്യക്ഷയായിരുന്നു. M. രാജീവ് കുമാർ, NR മധു തുടങ്ങിയവർ സംസാരിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ തുടക്കമായി കൊച്ചി ബ്രഹ്മസ്ഥാനത്തുള്ള അമൃത വിശ്വവിദ്യാപീഠത്തിൽ ശ്രീചക്ര പൂജ നടന്നു. ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിന്റെ പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ഭട്ട് പൂജയ്ക്ക് നേതൃത്വം നൽകി. അമ്മയുടെ അഷ്ടോത്തര ശതനാമാവലി ജപം, വേദജപവും ഭജനയും മംഗളാരതി തുടങ്ങിയവയും പൂജയോടനുബന്ധിച്ച് നടന്നു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് ഒരു AK-47 റൈഫിൾ, മറ്റായുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, മാവോയിസ്റ്റ് സാഹിത്യം, പ്രചാരണ സാമഗ്രികൾ എന്നിവ സുരക്ഷാസേന കണ്ടെടുത്തു. മഹാരാഷ്ട്രയുടെ അതിർത്തി പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. തലയ്ക്ക് 80 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കദാരി സത്യനാരായണ റെഡ്ഡി, കട്ട രാമചന്ദ്ര റെഡ്ഡി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രവാസികൾക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി, നോർക്ക അഡീഷണൽ സെക്രട്ടറി S. സിന്ധു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരും നോർക്ക കെയറുമായി ചേർന്നാണ് പദ്ധതി ആരംഭിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും പദ്ധതിയിലൂടെ ലഭിക്കും. നോർക്ക പ്രവാസി ID കാർഡോ സ്റ്റുഡന്റ് ID കാർഡോ ഉള്ളവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ NRK കാർഡുള്ളവർക്കും പദ്ധതിയിൽ ചേരാൻ സാധിക്കും. രാജ്യത്തെ 16,000-ഓളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചും ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ചതിൽ നടപടി ആവശ്യപ്പെട്ടും KSU പ്രവർത്തകർ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ജില്ലാ പ്രസിഡന്റ് AD തോമസ് ഉദ്ഘാടനം ചെയ്തു. SP ഓഫീസിന് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ പാലിയേക്കര ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാതെ ഹൈക്കോടതി. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിലെ ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് 1 മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് ഇടിഞ്ഞു വീണ സംഭവം കോടതി പരാമർശിച്ചു. താൽക്കാലിക പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഥിരം പരിഹാര മാർഗം ഉടൻ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി അറിയിച്ചു. ജനങ്ങളുടെയും യാത്രക്കാരുടെയും കോടതിന് കണ്ണിൽ പൊടിയിടുന്ന തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് ഇവർക്ക് ടോൾ പിരിക്കാൻ സാധിക്കില്ല. അത് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. അതേസമയം യാത്രാക്കുരുക്ക് വർദ്ധിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രികർ. മണിക്കൂറുകൾ എടുത്താണ് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കുള്ളതിനാൽ ജനരോഷം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഡൽഹി പോലീസിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ജാമ്യാപേക്ഷയിലാണ് അന്വേഷണ സംഘത്തിന് കോടതി നോട്ടീസ് അയച്ചത്. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. ജാമ്യാപേക്ഷ ഒക്ടോബർ 7 വീണ്ടും പരിഗണിക്കും. സെപ്റ്റംബർ 19 ഹർജി പരിഗണിക്കാൻ ഇരുന്നതാണെങ്കിലും ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് മൻമോഹൻ പ്രതിഭാഗം അഭിഭാഷകൻ കപിൽ സിബലുമായി ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി പരിഗണിക്കാതെ ബെഞ്ച് പിന്മാറിയതെന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാർ പറഞ്ഞു. ഈ മാസം 2-നാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. തൃശൂർ ചാവക്കാട് എടക്കഴിയൂരിൽ മദ്രസ അധ്യാപകൻ 9 വയസ്സുകാരിയെ മർദ്ദിച്ചതായി പരാതി. ക്ലാസ്സിൽ കുട്ടികൾ വഴക്ക് കൂടിയെന്ന് പറഞ്ഞാണ് സംഭവത്തിൽ ഉൾപ്പെടാത്ത കുട്ടിയെ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് ആരോപിച്ചു. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുക്കുന്നില്ലെന്നും മാതാവ് നൂർജഹാന്റെ ആരോപണം. ഈ മാസം 13-നാണ് കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നും പരാതി നൽകരുതെന്നാവശ്യപ്പെട്ട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയെന്നും നൂർജഹാൻ പറഞ്ഞു. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി നൂർജഹാന്റെ മകൾക്കാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയതായി കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഈ മാസം 13-നാണ് കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നും പരാതി നൽകരുതെന്നാവശ്യപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയെന്നും പരാതിയുമായി മുന്നോട്ടു പോയാൽ മഹലിൽ ജീവിക്കാനാവില്ലെന്നും ഭീഷണിപ്പെടുത്തിയതായും നൂർജഹാൻ ആരോപിച്ചു. ഞങ്ങൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ എന്റെ കുട്ടിക്ക് ഉണ്ടായ ഒരു സംഭവം ഇനി ഒരു കുട്ടിക്ക് വരാൻ പാടില്ല. അതിന്റെ പേരിൽ ആ ഉസ്താദ് ഇനി ആ മദ്രസയിൽ ഉണ്ടാവാൻ പാടില്ല. വ്യക്തമായിട്ട് എന്റെ മോൾക്ക് നല്ലൊരു നീതി ഞങ്ങൾക്ക് കിട്ടണം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.
ഭക്ഷണപ്രിയരായ കോഴിക്കോട്ടുകാർക്കും കോഴിക്കോടെത്തുന്ന മറ്റുള്ളവർക്കും വ്യത്യസ്തമായ വിഭവങ്ങൾ കഴിക്കാൻ ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നു. ഈ മാസം 30-ന് 90 കടകൾ അടങ്ങുന്ന ഫുഡ് സ്ട്രീറ്റ് പ്രവർത്തനം ആരംഭിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഫുഡ് സ്ട്രീറ്റ്. ഭക്ഷണപ്രിയർക്ക് കടൽക്കാറ്റേറ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മനസ്സറിഞ്ഞു കഴിക്കാനുള്ള അവസരമാണ് കോഴിക്കോട് ബീച്ചിൽ ഒരുങ്ങുന്നത്. ദക്ഷിണേന്ത്യൻ, ഉത്തരേന്ത്യൻ വിഭവങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഫുഡ് സ്ട്രീറ്റ് സെപ്റ്റംബർ 30 മുതൽ ബീച്ചിൽ പ്രവർത്തനം ആരംഭിക്കും. അതിനായുള്ള അവസാനഘട്ട പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ബീച്ചിൽ 240 മീറ്റർ നീളത്തിലുള്ള സ്ഥലത്താണ് ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നത്. പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കി അവിടെ ഉന്തുവണ്ടികൾ നിരത്തി തുടങ്ങി. ആകെ 90 ഉന്തുവണ്ടി കച്ചവടക്കാർക്കുള്ള സൗകര്യമാണുള്ളത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കോർപ്പറേഷൻ എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് സ്ട്രീറ്റ് തുറക്കുന്നതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി ദിവാകരൻ പറഞ്ഞു. ഈ ഫുഡ് സ്ട്രീറ്റിൽ വരുന്ന കച്ചവടക്കാരല്ലാതെ മറ്റൊരു കച്ചവടക്കാരെയും അവിടെ പ്രവേശിപ്പിക്കില്ല. മാത്രമല്ല, ബീച്ച് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രവൃത്തി. 4.06 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 2.41 കോടി രൂപ ദേശീയ നഗര ഉപജീവന ദൗത്യം വഴിയും 1 കോടി രൂപ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ശേഷിക്കുന്ന തുക കോർപ്പറേഷനുമാണ് വഹിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. അമൃത വാർത്തകൾ ഫലം കണ്ടു. റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച കുറ്റി തെറിച്ചു. വിശദാംശങ്ങൾ നാളെ രാവിലെ 7 മണിക്കുള്ള ഗുഡ് മോർണിംഗ് കേരളത്തിൽ കാണാം. ഇതോടെ ഇന്നത്തെ ടോപ്പ് 10 പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.